ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭാചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം മലങ്കര ചർച്ച് ഫ്രം 17th to 19th centuries. 17ാം നൂറ്റാണ്ട് തൊട്ട് 19ാം നൂറ്റാണ്ട് വരെ മലങ്കര ഓർത്തഡോക്സ് ചർച്ചിനെ പറ്റിയുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. Behold, I have refined thee, but not with silver. I have chosen thee in the furnace of affliction. അതാണ് Isaiah chapter 48 verse 10 നമ്മൾ വായിക്കും. From 17th century onwards, Malankara Orthodox Church could take some independent decisions because of independent identity which the church had received. After the Conan Cross South in AD 1653, church became fully conscious of its own identity. So, all actions from then on was based on the strength of its own existence as an Autocephalous church. The church got liberated from a half-century-old Portuguese Roman Catholic domination with the Conan Cross South in 1653. Thereafter, Malankara Orthodox Church was governed by locally elected bishops under the title Marthoma Metropolitans. മർത്തോമ മെത്രാപ്പോളിറ്റൻ എന്നുള്ള പേരിൽ ഉള്ള ലോക്കൽ ബിഷപ്സിനെ കൊണ്ടാണ് നമ്മുടെ സഭയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം നടന്നുകൊണ്ടിരുന്നു. പക്ഷേ കാലാകാലങ്ങളിൽ ആവശ്യമനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ടങ്കുട മുതലായ കാര്യങ്ങളിൽ സ്പിരിച്വൽ ഹെൽപ്പ് വേണ്ട സമയത്ത് മറ്റ് ചർച്ചസിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. പല ചർച്ചസിനെ അപ്രോച്ച് ചെയ്തെങ്കിൽ പോലും ആദ്യമകാലത്തെ പേർഷ്യൻ ചർച്ച് നമ്മളെ പല തരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ടുവേർഡ്സ് എൻഡ് ഓഫ് ദി 16th century or starting of 17th century, the only church responded to our request was the Church of Antioch by sending a metropolitan in the year AD 1665. Thus the Malankara Orthodox Church could retain and go strong in its own identity with the help of the Church of Antioch. From 1653 AD till 1817 AD, 9 Marthoma Metropolitans ruled or reigned in Malankara Orthodox Church. However, Marthoma IX could not execute his authority because of the adverse circumstances prevailing in those days. നമുക്കറിയാം, അന്ന് ഇന്ത്യ hasn't got the independence because it is 1815, the year of 1815. So there was not a strong judicial structure that could control all those mistakes or wrongdoings by the provincial rulers. So in 1815, Ittu Pramban of Pulikottal became metropolitan and took the name Mar Dionysius. Through a royal proclamation, he assumed the throne as metropolitan of Malankara. അപ്പോൾ ആ സമയം തൊട്ടാണ് മലങ്കരയുടെ മെത്രാപ്പോലിത്തൻ എന്നുള്ള ഒരു പേര് നമ്മുടെ സഭയുടെ ടോപ്പിലിരിക്കുന്ന തിരുവേന്മാർക്കുണ്ടായത്. കാരണം അതിൽ നിന്നാണ് ഡിറൈവ് ഇന്നത്തെ മലങ്കര മെട്രോപോളിറ്റൻ എന്നുള്ളതും നമ്മുടെ ബാവാതിരുവൻ എന്നുള്ള പേരിലോട്ടൊക്കെ എത്തിയതിൽ നിന്നാണ്. ഫ്രം 1815, when Ittu Pramban of Pulikottal became a metropolitan and took the name Mar Dionysius and also assumed the throne as metropolitan of Malankara, from that moment onwards, our heads of church are known as Malankara Metropolitan also. After the period of Malankara Metropolitans, Malankara Church was led by Metropolitans of Malankara who took the title Mar Dionysius. ഇപ്പം പറഞ്ഞിട്ടുണ്ട്, Mar Dionysius എന്നുള്ള പേരിൽ ഡൈനീഷ്യസ് 1ാമൻ 2ാമൻ 3ാമൻ എന്നുള്ള ആ ഒരു ഓർഡറിൽ മലങ്കര മെത്രാപ്പൊലിത്തൻ എന്നുള്ള പേരിലാണ് സഭാപിതാക്കന്മാർ, സഭയുടെ തലവന്മാർ അറിയപ്പെടുന്നത്. അപ്പം ഈ 17th to 19th centuryയിൽ നടന്ന വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, മലങ്കര ചർച്ച് ഫ്രം 17th to 19th centuries. വട്ടിപ്പണം എന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടേമുണ്ട്. നമ്മുടെ സഭയുടെ ഇന്നത്തെ എക്സിസ്റ്റൻസിനും ഡെവലപ്മെൻറ്റിനും അതിശക്തമായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൊടുത്തൊരു സംഭവമാണ് വട്ടിപ്പണം. വട്ടിപ്പണം എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഇന്ന് നമ്മുടെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ പേരൻസിനോ നമ്മുടെ റിലേറ്റീവ്സിനോ ഏറെക്കുറെ എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് എങ്കിലും കാണും. എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി അത് ഡെവലപ്പായിട്ടൊരു ഫിക്സഡ് ടൈമിന് ശേഷം നമുക്ക് ബാങ്ക് തിരിച്ചു തരും. വട്ടി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇൻട്രസ്റ്റ് എന്നാണ്. അപ്പം ഇൻട്രസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഉള്ള നിക്ഷേപിച്ചിരിക്കുന്ന ഒരു പണം എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അബൌട്ട് 3000 പൂവരാഹൻ എന്നുള്ളതിന് ഗോൾഡൻ ഓർ സ്റ്റാർ പഗോഡാസ് എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഈക്വലൻ ടു 10,500 rupees
collected by Marthoma VI and was deposited by his successor Marthoma VII in the British East India Company at the rate of 8% per year. That particular amount is called Vattipanam. And the annual interest acquired from that amount was supposed to be spent on social welfare projects of the church. അപ്പോൾ വട്ടിപ്പണം എന്നുള്ള ആ പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തതിൻ്റെ പുറകുള്ള ഉദ്ദേശം സഭയ്ക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് ഞാനത് നിക്ഷേപിച്ചു എന്നുള്ള പേര് കേൾക്കാൻ വേണ്ടിയല്ല. ഇറ്റ് വാസ് ടു ബി സ്പെൻഡ് ഓൺ സോഷ്യൽ വെൽഫെയർ പ്രൊജക്ട്സ് ഓഫ് ദ ചർച്ച്. ഫൗണ്ടിങ് ഓഫ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി. ഇപ്പോൾ നമുക്ക് 2 തിയോളജിക്കൽ സെമിനാരീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ തിയോളജിക്കൽ സെമിനാരിയാണ് ഇന്ന് നമ്മുടെ പഴയ സെമിനാരി എന്നറിയപ്പെടുന്ന കോട്ടയത്തിനടുത്ത് ചുങ്കം എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി. അതിൻ്റെ ഫൗണ്ടിങ്ങിനെ പറ്റി നമ്മൾ പറയാൻ പോകും. The construction of the Orthodox Theological Seminary was begun by Dionysius II in the year 1813. 16 acres of land free of tax was gifted for this particular purpose by Rani Lakshmi Bai, the ruler of Travancore. She also gifted rupees 20,000. Besides that, half of the fine imposed by Colonel Munro on the Brahmins for setting fire on Palyakara Church, Tiruvalla, was also given for the construction of the seminary. And the construction of the seminary started in 1813 and it started functioning as a authorized spiritual education center, popularly known as the Orthodox Theological Seminary or the Padaya Seminary, in 1815 with the help of CMS missionaries and Colonel Munro. Another important landmark in the history of Malankara Orthodox Church is Mavelikara Padiola, which took place in 1836. ഓർത്തഡോക്സ് സഭയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് ഫ്രണ്ട്ലി കോഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു CMS ചർച്ച്. CMS മിഷണറീസാണ് ആദ്യകാലത്ത് സെമിനാരിയിൽ പഠിപ്പിക്കാനും സെമിനാരിയെ സഹായിക്കാനും ഒക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. When time passed by, they tried to impose the reformist thoughts in our church also, which was against the tradition of our church, and the church authorities did not accept that particular proposal. In 1835, an Anglican bishop named Bishop Wilson came over to Malankara with 6 points of suggestions. The basic intention was to mix the reformist ideas in our church, basically through the seminary and then to the believers. So, to discuss that or to make a final decision on that, Mar Dionysius IV or Mar Dionysius of Chepat convened an assembly of the church, representatives at Mavelikara Pudigaon Church in 1836. It was convened on January 16, 1836. The assembly decided to reject the proposals of Bishop Wilson to remain steadfast in Orthodox Syrian traditions, which they have been following for years. And the decisions made at the assembly is known as Mavelikara Padiola. Synod of Manadurga, another very important historical landmark of Malankara Orthodox Church history. Even though the church rejected the reformists to be mixed with Malankara Orthodox Church, there were still certain people who were having a desire to embrace the reformist ideas. അതിലൊന്നാണ് എബ്രഹാം മൽപ്പാൻ ഓഫ് പാലക്കുന്നത്ത് മരാമം. പഴയ കാലത്തെ ആരാധനാ ശൈലി മാറ്റി വെച്ചിട്ടൊരു പുതിയ ശൈലിയിൽ വ്യത്യസ്തമായ രീതിയിൽ ആരാധന നടത്തണം. ആരാധന മാത്രമല്ല, കൂതാശകൾ മറ്റെല്ലാ കാര്യങ്ങളും നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ആണ് റിഫോമിസ്റ്റ് മലങ്കരയിൽ വന്നതും നമ്മുടെ സഭയെ അപ്രോച്ച് ചെയ്തു. അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞുടനെ അതിനുള്ളിൽ അതിനോട് ആഗ്രഹമുള്ളവർ ആയിട്ടുള്ള എബ്രഹാം മൽപ്പാനെ പോലെയുള്ളവർ ഇതിൽ കൂടെ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ്, എബ്രഹാം മൽപ്പാൻ സെൻറ്റ് ഹിസ് നെവ്യൂ ഡീക്കൻ മാത്യു ടു ആൻറ്റിയോക്ക് ആൻഡ് ഗോട്ട് ഹിം കോൺസെക്രേറ്റഡ് ആസ് ബിഷപ്പ് അണ്ടർ ദ നെയിം മാർ അത്തനേഷ്യസ്. അത്തനേഷ്യസ് എന്നുള്ള പേരിൽ അന്ത്യോക്യയിൽ വെച്ച് എബ്രഹാം മൽപ്പാൻ്റെ നെവ്യൂ ആയ ഡീക്കൻ മാത്യുവിനെ മാർ അത്തനേഷ്യസ് എന്നുള്ള പേരിൽ ഒരു തിരുമേനിയാക്കി അദ്ദേഹം വാഴിച്ചു. ബിഷപ്പ് അത്തനാസിയോസ് came to Malankara in 1843. Since he was ordained a bishop, he tried to influence the rulers of Travancore and ascertain his name and power over the Church of Malankara. Mar Dionysius V of Chepat was forced to abdicate his position. സ്വന്തം സ്ഥാനത്ത് ഇരിക്കുന്നിടത്തു നിന്ന് ഇറങ്ങിപ്പോകേണ്ട സിറ്റുവേഷൻ വന്നു മാർ ഡൈനീഷ്യസ് V ഓഫ് ചേപ്പാട്. ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഓൺവേർഡ്സ് മാർ അത്തനേഷ്യസ് പാലക്കുന്നത്ത് വാസ് നെയിംഡ് ദി മലങ്കര മെട്രോപൊളിറ്റൻ. അപ്പം ഇത് തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓർഡിനേഷനായിരുന്നു, തെറ്റായിട്ട് രീതിയിലുള്ള ടേക്കിംഗ് ഓവർ ഓഫ് പവറായിരുന്നു.
അതുകൊണ്ട് in 1865 another member of the Pulikkottil family, namely Father Joseph of Pulikkottil, was sent to Antioch, and he too was ordained as a metropolitan. ജോസഫ് മാർ ഡൈനീഷ്യസ് എന്ന പേരിൽ അദ്ദേഹം മെട്രോപൊളിറ്റനായിട്ട് ഓർഡൈൻ ചെയ്യപ്പെട്ടു, ഓൾസോ ഇൻ ആൻറ്റിയോക്ക്, ആൻഡ് ഹി റിട്ടേൺ ബാക്ക് ടു മലങ്കര ഇൻ 1866. Since he was sent to Antioch as per the request of Malankara Orthodox Church, he was actually the legitimate official representative of the church to be the metropolitan. Though right now Mar Athanasius of Palakundath was the Malankara metropolitan, he was sent to Antioch to be ordained by a personal selfish motive. സഭയുടെ ഡെസിഷനായിട്ടല്ല, ഒരു പേഴ്സണൽ ഡെസിഷൻ്റെ ഭാഗമായിട്ടാണ് ഡീക്കനായിരുന്ന മാത്യു എന്ന് പറയുന്ന വ്യക്തിയെ അന്ത്യോക്യയിലോട്ട് അയക്കുകയും അവിടെ വെച്ച് പിന്നീട് അച്ഛനായി കാണും, അതിനുശേഷം തിരുമേനിയായിട്ട് പട്ടം കൊടുക്കപ്പെടുന്നു. സോ ഒഫീഷ്യലി ആൻഡ് legitimately Joseph Mar Dionysius was the officially ordained metropolitan, but he could not assume power because of the influence of the rulers of Travancore, support given by the rulers of Travancore to Matthias Mar Athanasius. രണ്ട് പൊസിഷന് വേണ്ടി ജോസഫ് മാർ ഡൈനേഷ്യസ് ശ്രമിച്ചുവെങ്കിലും അന്ന് അതിന് സാധിച്ചില്ല. ഇത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടായി. Matthias Mar Athanasius always denied and kept him away from the ruling position. Settle the dispute. Joseph Mar Dionysiusന്റെ റിക്വസ്റ്റ് പ്രകാരം അന്ത്യോക്യയിൽ പാത്രികീസ് ഇവിടെ എത്തി. So in 1876, Patriarch Peter III arrived in Malankara. To settle the dispute, Patriarch Peter III arrived in Malankara and he convened the synod. That particular synod is known as the very famous Mulanthuruthy Synod. ഈ മുളന്തുരുത്തി സിനഡോസ് എന്ന് പറയുന്ന സിനഡ് ഓഫ് മുളന്തുരുത്തി വാസ് കൺവീൻഡ് അറ്റ് മുളന്തുരുത്തി മാർത്തോമൻ ചർച്ച്. അത് 3 ദിവസം നീണ്ടു നിന്നു. ദ സിനഡ് ഡിസ്കസ്ഡ് ആൻഡ് ഡിസ്കസ്ഡ് ആൻഡ് ഡിസ്കസ്ഡ് ആൻഡ് ഫൈനലി സ്റ്റിൽ കുഡ് നോട്ട് റീച്ച് എ ഫൈനൽ ഡിസിഷൻ ഓൺ ദി അതോറിറ്റി ആസ് വെൽ ആസ് ദി ഗവേണൻസ് ഓഫ് മാർ അത്തനേഷ്യസ്. മത്യൂസ് മാർ അത്തനേഷ്യസിൻ്റെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ സിനഡിൽ മജോറിറ്റി ആൾക്കാരും വാസ് അഗൻസ്റ്റ് ദി മലങ്കര മെട്രോപൊളിറ്റൻ മാത്യൂസ് മാർ അത്തനേഷ്യസ്, ആൻഡ് ഹെൻസ് ദ സിനഡ് ക്വസ്റ്റ്യൻ ദി അതോറിറ്റി ആൻഡ് ഗവേണൻസ് ഓഫ് മാർ അത്തനേഷ്യസ് on the throne of St. Thomas. And finally the synod declared its authority and allegiance to the Patriarch of Antioch, as well as entrusted the Patriarch to take the final decisions on the dispute. ഈ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ഫൈനൽ ജൂറിസ്ഡിക്ഷന് വേണ്ട എല്ലാ ചുമതലയും പാത്രിക്കീസിനെ ഏൽപ്പിച്ചതിന് ശേഷം സിനഡ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതലയും പാത്രിക്കീസിനെ ഏൽപ്പിച്ചപ്പം പിന്തുണയും പത്രോസ് പാത്രിക്കീസിനെ ഈ സിനഡ് ഏൽപ്പിച്ചു. സിനഡിൻ്റെ തീരുമാനം അനുസരിച്ച് പത്രോസ് പാത്രിക്കീസിനെ ആ ചുമതല സിനഡ് ഏൽപ്പിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് ഡിസൈഡഡ് ഇൻ ദ സിനഡ് ദ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഷുഡ് ബി ഡിവൈഡഡ് ഇൻടു 7 ഡയസിസസ് ആൻഡ് ന്യൂ മെട്രോപൊളിറ്റൻസ് ഷാൽ ബി ഓർഡൈൻഡ് ഫോർ ദ 7 ന്യൂ ഡയസിസസ്. മലങ്കര സഭയെ ഈ മുളന്തുരുത്തി സിനഡോസിൻ്റെ തീരുമാനപ്രകാരം 7 ഭദ്രാസനങ്ങളായിട്ട് തിരിക്കാനും ആ ഭദ്രാസനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള തിരുമേനിമാരെ വാഴിക്കാനും മുളന്തുരുത്തി സിനഡോസ് തീരുമാനമെടുത്തു. സോ ദാറ്റ്സ് വൈ മുളന്തുരുത്തി സിനഡോസ് ഈസ് വെരി ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ടു ദ ചർച്ച്, ബിക്കോസ് ഓഫ് വിച്ച് ദ ചർച്ച് വാസ് ഡിവൈഡഡ് ഇൻ ടു 7 ഡയസിസസ്. അന്ന് ആദ്യമായിട്ട് രൂപം കൊണ്ട 7 ഡയസിസിൻ്റെ പേര് ഞാൻ വായിക്കാം. കോട്ടയം, തുമ്പമൺ, അങ്കമാലി, നിരണം, കണ്ടനാട്, കൊച്ചി, കൊല്ലം. ഇങ്ങനെ 7 ഡയസിസസ് ആയിട്ടാണ്, 7 ഭദ്രാസനങ്ങളായിട്ടാണ് മലങ്കര സഭയെ തിരിച്ചത്. അന്ന് ആ ഭദ്രാസനങ്ങൾക്കായിട്ട് വാഴിക്കപ്പെട്ട തിരുമേനിമാരുടെ പേരുകൂടെ ഞാൻ വായിക്കും. ന്യൂലി കോൺസെക്രേറ്റഡ് മെട്രോപൊളിറ്റൻസ് വേർ പൗലോസ് മാർ അത്തനേഷ്യസ്, ഗീവർഗീസ് മാർ യൂലിയസ്, ഗീവർഗീസ് മാർ കൂറിലോസ്, ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് നമ്മുടെ പരുമൽ തിരുമേനി, പൗലോസ് മാർ ഇവാനിയോസ് ആൻഡ് ശമോൻ മാർ ഡൈനേഷ്യസ്. 7 ഭദ്രാസനങ്ങളായിട്ട് തിരിക്കുകയും 6 തിരുമേനിമാരെ വാഴിക്കുകയും ചെയ്തു. അതായിരുന്നു മുളന്തുരുത്തി സിനഡോസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡിസിഷൻസ്. റോയൽ കോർട്ട് വെർഡിക്റ്റ് സഭയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു വിധിയാണ്. കോർട്ട് വെർഡിക്റ്റാണ്.
from the time of Mavelikara Padivala and the ordination of Matthias von Athanasius and Joseph von Dionysius, and then the Synod of Malandurti, all this time the conflict between two particular forces on who is actually the rightful heir and rightful incumbent on the throne of Marthoma was being continued. പ്രശ്നം ഒഫീഷ്യലായിട്ട് ലീഗലായിട്ട് സോൾവ് ആയിട്ടില്ല. അപ്പോൾ ഒഫീഷ്യലായിട്ട് സിനഡ് മലങ്കര മെട്രോപൊളിറ്റൻ എന്ന പൊസിഷനിൽ നിന്ന് മാർ അത്തനേഷ്യസിനെ റിജക്റ്റ് ചെയ്തുവെങ്കിലും ദ റൂളേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്, അന്നത്തെ ട്രാവൻകൂറിൻ്റെ റൂളേഴ്സ് ആസ് ദ ചർച്ച് ടു ഒഫീഷ്യലി ലീഗലൈസ് ഓർ മേക്ക് ദ ഡിസിഷൻ ലെജിറ്റിമേറ്റ് ത്രൂ എ കോർട്ട് ഓഫ് ലോ. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കോർട്ട് റൂളിംഗ് വഴി അതൊന്ന് ഫൈനലൈസ് ചെയ്യുക, അതൊന്ന് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുക, അതൊന്ന് ലീഗലാക്കുക എന്ന് അന്നത്തെ ഒഫീഷ്യൽ റൂളേഴ്സ് ഓഫ് കേരള ചർച്ചിനോട് ആവശ്യപ്പെട്ടു, സഭയോട് ആവശ്യപ്പെട്ടു. Subsequently, Mar Dionysius, Joseph von Dionysius, filed a case in the district court in 1879 and it came to be known as the seminary case. So, seminary case എന്ന് പറയാൻ കാര്യം ആക്ച്വലി ഇത് സഭാ കേസാണ്. ഇന്ന് നടക്കുന്ന സഭാ കേസിൻ്റെ ഒരു തുടക്കമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കേസാണ്. എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി തുടക്കമല്ല, സിമിലറായിട്ട് കരുതാവുന്ന ഒരു കേസിന് തുടക്കം എന്ന് പറഞ്ഞാൽ സഭാ കേസ് അറിയപ്പെടേണ്ടതായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോൺ ടു ബി ദി സെമിനാരി കേസ് ബിക്കോസ് ഹെഡ് ക്വാർട്ടർ ഇൻ the Orthodox Theological Seminary. That's why it was mentioned as a seminary case. A final verdict came from the Royal Court in 1889. എന്തുകൊണ്ടാണ് ഈ റോയൽ കോർട്ട്, ഇന്ന് നമ്മൾ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന റോയൽ കോർട്ടിൻ്റെ ഡിസിഷനായിട്ട് 1889 വരാൻ കാരണം ബിക്കോസ് ഇന്ത്യ വാസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് അറ്റ് ദാറ്റ് ടൈം. സോ ഇറ്റ് വാസ് എ ഡിസിഷൻ ബൈ ദ റോയൽ കോർട്ട് കെയിം ഇൻ 1889. ത്രൂ ദ റോയൽ കോർട്ട് വെർഡിക്റ്റ് മാർ ഡൈനീഷ്യസ് പൊസിഷൻ ആസ് മലങ്കര മെട്രോപൊളിറ്റൻ വാസ് കൺഫേംഡ്. അപ്പം സിനഡ് എടുത്ത തീരുമാനത്തിനേക്കാൾ ഉപരി അത് ലീഗലൈസ് ചെയ്ത് അത് കൺഫേം ചെയ്തത് ഈ റോയൽ കോർട്ട് ഡിസിഷൻ ഓഫ് 1889 വഴിയാണ്. 1889 റോയൽ കോർട്ട് വെർഡിക്റ്റ് വഴിയായിട്ട് മാർ ഡൈനീഷ്യസ്, ജോസഫ് മാർ ഡൈനീഷ്യസ് വാസ് കൺഫേംഡ് ആസ് ദി മലങ്കര മെട്രോപൊളിറ്റൻ. അനദർ ഇമ്പോർട്ടൻറ്റ് ടേൺ അറൗണ്ട് ബിക്കോസ് ഓഫ് ദി വെർഡിക്റ്റ് വാസ് the verdict declared that a patriarch has only spiritual oversight in Malankara. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മുടെ ബുക്കിനകത്ത് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഓഫ് ദ റോയൽ കോർട്ട് വെർഡിക്റ്റ്, ദ ഫാക്ഷൻ ഓർ ദ പേഴ്സൺ ഹു വാസ് സപ്പോർട്ടിംഗ് മെട്രോപൊളിറ്റൻ മാത്യൂസ് von Athanasius were allowed to leave the church and they left the church and formed a new independent church named മലങ്കര മർത്തോമ ചർച്ച്. ഇന്ന് നമ്മൾ മർത്തോമ ചർച്ച് എന്നറിയപ്പെടുന്ന മർത്തോമ ചർച്ചിൻ്റെ ഫോർമേഷൻ അങ്ങനെയായിരുന്നു. സോ റോയൽ കോർട്ട് വെർഡിക്റ്റിനെ പറ്റി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദ സിനഡ് ഓഫ് മലന്തുരുത്തി had rejected Matthias von Athanasius, but the rulers of Malankara had asked the church to make it legal by a decision by the court of law. Because of that, Mar Dionysius filed a case in the district court in 1879 and the royal court declared its verdict in 1889, and by that Mar Dionysius' position as the Malankara metropolitan was confirmed. The second related decision was the patriarch unequivocally, there was no question about the decision, that a patriarch had only spiritual oversight in Malankara. എന്നാൽ ആത്മീയമായിട്ടുള്ള അല്പമായിട്ടുള്ള അധികാരം മാത്രമേ പാത്രിക്കീസിനുള്ളൂ. The most important after effect of that particular decision was those who supported Metropolitan Matthias von Athanasius left the church and formed an independent church named Malankara Marthoma Church. These are the most important things related to this particular lesson, Malankara Church from 17th to 19th centuries. These are all important historical events that took place in Malankara Orthodox Church. We have to learn it. Without history, we will have no existence. So we have to learn it. We have to keep in our mind. We have to respect the sacrifices done by the erstwhile metropolitans like Joseph von Dionysius, and pray to God such dedicated and sacrificing spiritual leaders still come to rule us again. May God bless us all. Thank you so much.